ടി അസഫ് അലി ചേരുന്നുണ്ട്. ശ്രീ അസഫ് അലി, ഇവിടെ ഇത്തരത്തിൽ അതും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, ഗവർണർ അതിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തിന്റെ സൂചനയാണ് നൽകുന്നത്? അതിലെത്രത്തോളം പ്രശ്നമുണ്ട്? മന്ത്രിമാരെല്ലാവരും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, സർക്കാർ അതിനെതിരെ കടുത്ത നിലപാടിലേക്ക് കടക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രതികരണത്തിൽ നിന്ന് അങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്. പക്ഷേ ഗവർണറുടെ നീക്കത്തിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ഒരു മതേതര ഭരണഘടനയാണ്. ഈ മതേതര ഭരണഘടന എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ, ഗവൺമെന്റിന് മതമില്ല എന്നുള്ളതാണ്. അപ്പൊ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഒരു പരിപാടികൾക്കും മതാചാരങ്ങൾ മുഖ്യമായി എടുത്ത് കാണിക്കാനോ പിന്തുടരാനോ പാടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും സവിശേഷമായ ഒരു വസ്തുത. അതാണ് സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ. ഒരു സെക്യുലർ ഭരണഘടനയുടെ സ്വഭാവം അതാണ്. ഗവർണർ ചെയ്തിരിക്കുന്നത് തികച്ചും തെറ്റാണ്. കാരണം ഭരണഘടനയുടെ 51(1) എന്താ പറയുന്നത്? ടു എബൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആൻഡ് റെസ്പെക്ട് ദ ഐഡിയൽസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടനയെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ഗവർണർ, അത് ഭരണഘടനയുടെ ഉന്നത സ്ഥാനീയനായ ഗവർണർ ആ ഭരണഘടനാ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് ഇന്നലത്തെ രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി. ജസ്റ്റ് ഇമാജിൻ, ആരിഫ് മുഹമ്മദ് ഖാനോ മറ്റൊരു മതസ്ഥരുമാണ് എങ്കിൽ, അവിടെ ഒരു മുസ്ലിം മതാചാരമാണ് അവിടെ നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതാചാരമാണ് നടത്തിയതെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ചടങ്ങ് ആചാരത്തോടു കൂടിയാണ് സർക്കാരിന്റെ ഒരു പരിപാടി ആരംഭിക്കുന്നത് എങ്കിൽ നമുക്കത് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഭരണഘടന പറയുന്നത് എന്താണ്? പ്രൊഫസ്, പ്രാക്ടീസ്, പ്രീച്ച് റിലീജിയൻ ഓഫ് യുവർ ചോയ്സ്. വ്യക്തികളുടെ ഇഷ്ടാനുസരണം അവരുടെ വിശ്വാസമാണെങ്കിൽ അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം വ്യക്തികൾക്കാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മതമില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഒരു മതേതര ഭരണഘടന എന്ന നിലയിലാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ ആചാരങ്ങൾ കൂട്ടിക്കലർത്തി ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭരണഘടനയെ കളങ്കപ്പെടുത്താൻ, അത് ഭരണഘടനയുടെ ഉന്നത സ്ഥാനീയത്തിലിരിക്കുന്ന ഒരു വ്യക്തി മുന്നോട്ട് വന്നത് തികച്ചും ഖേദകരമാണ്, ലജ്ജകരമാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, ഒരു മതരാജ്യമല്ല. അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടല്ല രാജ്ഭവനിൽ പുഷ്പാർച്ചന നടത്തേണ്ടത്. നമ്മൾ പല പരിപാടികളിലും രാഷ്ട്രപിതാവിനെ വെക്കാറുണ്ട്, നമ്മുടെ ഭാരതത്തിന്റെ കൊടി വെക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഭാരതാംബയെ വെക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായ RSS അജണ്ടയാണ് എന്ന് തന്നെയാണ് വായിച്ചെടുക്കുന്നത്. അപ്പം സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ മന്ത്രിമാർ രാജ്ഭവനിലെ പരിപാടികളിൽ ഇനി പങ്കെടുക്കില്ല എന്നൊരു തീരുമാനം എടുത്താൽ പോലും അത് എത്രത്തോളം കടന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. അതിനുള്ളിൽ തന്നെ ഗവർണർ ഇത്തരത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു തിരുത്തൽ വരുത്താൻ, ഇല്ലെങ്കിൽ ആ നിലപാടിൽ നിന്നൊന്നും മയപ്പെടാനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ടോ താങ്കൾ? അല്ല, മന്ത്രിമാരുടെ നിലപാട് ശരിയല്ലേ? ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രക്രിയക്ക് ഭരണഘടനയെ സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രിമാർ പങ്കാളികളാവണം എന്ന് പറയുന്നത്, ഞങ്ങൾ പങ്കാളികളാവുകയില്ല, ടു അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നത് ശരിയാണല്ലോ. ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരാൾ, നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യ ഒരു മതേതര രാജ്യമല്ല, ഏതെങ്കിലും ഒരു തിയോളജിസ്റ്റ് രാജ്യമാണ് എങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതല്ലല്ലോ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഒരു ഭരണഘടന, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതേതര രാജ്യം. ആ മതേതര സ്വഭാവവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാൻ ആ ഭരണഘടന സംരക്ഷിക്കേണ്ട ആളാണ് ഗവർണർ. അല്ലാതെ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ദൂതനായി, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ളത് ഇവിടെ ആ രീതിയിൽ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ പെരുമാറാത്ത ഗവർണർക്കെതിരെ ഏത് രീതിയിലായിരിക്കണം സമൂഹം പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ഗവർണറെ ബഹിഷ്കരിക്കണം. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ നിലപാട് ശരിയാണത്. നമ്മൾ പല രാഷ്ട്രീയക്കാരും പല മതവിശ്വാസികളും പല ആചാരങ്ങളും ഉണ്ടാവും. പക്ഷെ ഭരണഘടന എന്തിനാ പിന്നെ ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാണ്ട് തന്നെ അധികാരമേൽക്കാലോ.
നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഭരണഘടനയുടെ പരമാധികാരവും ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ ഒരാൾ ഭരണഘടനക്കെതിരായി പ്രവർത്തിച്ചാൽ ആ സ്ഥാനത്ത് തുടരാൻ ആ ഭരണഘടനാ സ്ഥാനീയന് ഭരണഘടനാപരമായി അവകാശമില്ല എന്നാണ് എനിക്ക് പറയാൻ. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് അസഫ് അലി പ്രതികരിച്ചതിന്.